കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികൾ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, കുടിശ്ശികയായി പെൻഷൻ തുക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രയാസത്തെ തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ ക്ഷേമ പദ്ധതി ഒരു കാലത്ത് ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ ട്രഷറിയിൽ പണം നിക്ഷേപിച്ച ക്ഷേമനിധിയായിരുന്നു നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി. എന്നാൽ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 16 മാസത്തെ കുടിശ്ശിക, തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക നിലനിൽക്കുകയാണ്. 2 വർഷക്കാലത്തോളമായി മറ്റാനുകൂല്യങ്ങൾ കൊടുക്കാതെ കിടക്കുന്നു. ഇതാണ് ക്ഷേമ പദ്ധതിയുടെ സ്ഥിതി. ഇത് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളല്ല, ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷനല്ല. ഇത് തൊഴിലാളികൾ അധ്വാനിച്ച് അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം ക്ഷേമനിധി ബോർഡിൽ കടച്ച് അതുവഴി കൊടുത്തുകൊണ്ടിരുന്ന ഒരു പെൻഷനും ആനുകൂല്യങ്ങളുമാണ് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും. ഉദ്ഘാടന ചടങ്ങിൽ C. വിജയൻ അധ്യക്ഷത വഹിച്ചു. CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, AITUC നേതാക്കളായ M. ഗംഗാധരൻ, T. അനിൽകുമാർ, V. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. P. ബാലചന്ദ്രൻ, M. ദാസൻ, പഴയടത്ത് മോഹനൻ, TV കുമാരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.